ഇന്നൊരു മിനി ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഒന്ന് വഴിക്ക് കണ്ടതാണ് ഈ മയിലിനെ. വണ്ടി നിർത്തിയപ്പോഴേക്കും മയിൽ ദേ ഓടിയിട്ടുണ്ടായി. വീടിനടുത്തുള്ള ശിവന്റെ അമ്പലത്തിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. പാറുക്കുട്ടിക്ക് തലയിൽ ചൂടാൻ പൂവെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. നല്ല മണമുള്ള മുല്ലപ്പൂവായിരുന്നേ. പൂവ് കയ്യിൽ കിട്ടിയപ്പോ പാറുക്കുട്ടി ഹാപ്പി. അങ്ങനെ ഞാനത് അവളെ തലയിൽ ചൂടി കൊടുത്തിട്ടുണ്ടായി. ഒരു കുഞ്ഞി കഷ്ണം ഞാനും തലയിൽ ചൂടിയിട്ടുണ്ട് കേട്ടോ. ഏട്ടനാണേ തലയിൽ വെച്ച് തന്നത്. അങ്ങനെ അമ്പലത്തിൽ നിന്നെല്ലാം തൊഴുതിറങ്ങി നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. ഒന്നും കഴിക്കാതെ വന്നതുകൊണ്ട് തന്നെ പാറുക്കുട്ടിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇന്നലെ ദോശയ്ക്ക് മാവ് ആട്ടി വെച്ചിരുന്നേ. ഇപ്പൊ ചൂടായതുകൊണ്ട് തന്നെ മാവെല്ലാം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉപ്പെല്ലാം ചേർത്ത് ഇളക്കിയെടുത്ത് ദോശ ചുട്ടെടുത്തിട്ടുണ്ടായി. ഇതിലേക്ക് നല്ല നാടൻ നെയ്യും ചേർക്കണുണ്ട് കേട്ടോ. നെയ്യെല്ലാം ചേർത്ത് മൊരിഞ്ഞ ദോശയാണ് കേട്ടോ പാറുക്കുട്ടിക്ക് ഇഷ്ടം. ദോശയിലേക്ക് നല്ല തേങ്ങാ ചട്നിയും ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിരിക്കുമ്പോഴാണ് ആന്റി ഈ ഒരു സ്പെഷ്യൽ ആയിട്ട് വന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്തുണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളി ലഡു ആണ്. ഇത് ആന്റി തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്തതാണ് കേട്ടോ. പാറുക്കുട്ടി ക്ലേ വെച്ച് എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ ഉണ്ടാക്കണേ? ആണ് ഇതെന്തായി വാട്ടി? ഇപ്പൊ നല്ല ചൂടാണല്ലോ അല്ലെ. ഇവിടെ ഒരു കഷ്ണം പപ്പായ ഇരിക്കുന്നുണ്ടായിരുന്നേ. ഞാൻ വിചാരിച്ചു അത് വെച്ച് ഒരു പപ്പായ ഷേക്ക് അടിക്കാന്ന്. ചെറുതായി അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല മധുരമുള്ള പപ്പായ ആയതുകൊണ്ട് തന്നെ ഒറ്റ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ കേട്ടോ. കൂടെ നല്ല നാടൻ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായി. അങ്ങനെ പപ്പായ ഷേക്ക് എല്ലാം അടിച്ച് പാറുക്കുട്ടിക്ക് കൊടുക്കാണ്. കുട്ടിയുടെ നല്ല കളിയിലാണ്. പൊതുവെ ആള് ജ്യൂസ് ഒന്നും അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ കളിയുടെ ഇടയിലൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ അവൾ കുടിക്കാറുണ്ടായി. ഇതിനിടയിൽ ഉച്ചത്തേക്കുള്ള ഭക്ഷണം എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറിലേക്ക് ഇന്ന് പരിപ്പിട്ട് വെച്ച മുരിങ്ങക്കായ കറിയും നല്ല കോവയ്ക്കൊപ്പേരി കൂടെ വെണ്ടയ്ക്ക വറുത്തതും പപ്പടും അച്ചാറും ആയിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഭക്ഷണം എല്ലാം കഴിച്ചു തീർത്തേ. ശേഷം 2 മണിക്ക് ക്ലാസ്സിന് ജോയിൻ ചെയ്തു. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പൊ നമ്മളെ പൂച്ചപ്പഴം ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ. എല്ലാം പച്ചയായിരുന്നു കേട്ടോ. ഒരെണ്ണം പോലും പഴുത്തിട്ടുണ്ടായിരുന്നില്ല. പാറുക്കുട്ടിയുടെ പുതിയ ഫ്രണ്ട്സിന്റെ കൂടെ ഷട്ടിൽ കളിക്കുകയാണ് കേട്ടോ. അവളെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവള് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടേ. അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ചായ കുടിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഞാനിന്ന് ഇവിടെ ഉഴുന്നുവട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഷേപ്പ് ഒന്നും ശരിയായിട്ടില്ലെങ്കിലും ടേസ്റ്റ് വൈസ് സൂപ്പർ ആയിരുന്നു കേട്ടോ. കൂടെ നല്ലൊരു ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. പാറുക്കുട്ടിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നേ. അപ്പൊ ഗൈസ് ഇത്രയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഡേ. വൈകിട്ട് ചെറുതായിട്ടൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നേ. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ബൈ ഗൈസ്.